നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. ഇന്ന് പൂരാട നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. പൂരാട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മിക്കവാറും മെലിഞ്ഞ് നീണ്ട ശരീരവും അസാമാന്യമായ സാമർഥ്യവും ഉള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. ഇവർ ശുദ്ധ ഹൃദയമുള്ളവരായിട്ടാണ് കാണുന്നത്. പെട്ടെന്ന് ശോഭിക്കുന്നവരാണ്. ശോഭിച്ചു കഴിഞ്ഞാൽ ആലോചന കൂടാതെ പ്രവർത്തിക്കുന്നവരാണിവർ. അസാധാരണമായ വാക്ചാതുര്യം ഇവരുടെ ഒരു പ്രത്യേകതയാണ്. എല്ലാ കാര്യത്തിലും ഇവർ വിമർശിച്ചുകൊണ്ടേയിരിക്കും. വാദിക്കണം, എങ്ങനെയെങ്കിലും ജയിക്കണം, ഇതാണ് ഇവരുടെ ലക്ഷ്യം. പൂരാട നക്ഷത്രക്കാർ മറ്റുള്ളവരെ നന്നായി ഉപദേശിക്കും. എന്നാൽ ആരുടെയും ഉപദേശം ഇവർ കേൾക്കാറില്ല. ഈ നക്ഷത്രക്കാർക്ക് മനോഹരമായ ദന്തങ്ങളും നീണ്ട ചെവിയും ചെറുതെങ്കിലും തിളങ്ങുന്ന കണ്ണുകളുമായിരിക്കും ഉണ്ടായിരിക്കുക. കൂടാതെ ഇടുങ്ങിയ നെറ്റിയും ഒതുക്കമുള്ള ഉദരം, നീണ്ട കൈകൾ, ഇതെല്ലാം ഈ നക്ഷത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇവർക്ക് ആരോഗ്യം വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ശാശ്വതമായ എന്തെങ്കിലും രോഗങ്ങൾ ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കും. പൂരാട നക്ഷത്രക്കാർ ധൈര്യശാലികളാണെന്ന് തോന്നും, പക്ഷേ ഭീരുക്കളാണ്. ഇവർ ചഞ്ചല ചിത്തരായിട്ടാണ് കാണപ്പെടുന്നത്. ആരോഗ്യകാര്യത്തിൽ തീരെ ശ്രദ്ധയില്ല. കൂടെയുള്ള നിർദോഷം, കോശങ്ങളുടെ ബലക്ഷയം, പിത്താശയരോഗം, സന്ധികൾക്ക് തളർച്ച എന്നിവയാണ് ഇവർക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ. ഇവർക്ക് എല്ലാ തൊഴിലുകളിലും ശോഭിക്കാൻ കഴിയും. പ്രത്യേകമായി പൊതുകാര്യം, വൈദ്യശാസ്ത്രം, കലാപരമായ കാര്യങ്ങൾ, ഇവയിലെല്ലാം ശോഭിക്കുന്നവരാണ്. പിതാവിൽ നിന്ന് പറയത്തക്ക പ്രയോജനമൊന്നും പൂരാട നക്ഷത്രക്കാർക്ക് ഉണ്ടാവാറില്ല. മാതാവിൽ നിന്നുള്ള സഹായവും വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ സഹോദര ഭാഗ്യം വളരെയധികം കാണുന്നുണ്ട്. ഇവരുടെ ജീവിതമാകട്ടെ ജനിച്ച ഭവനമോ ദേശമോ മിക്കവാറും വിട്ടിട്ട് പോകുന്നതായിരിക്കും. 32 വയസ്സുവരെ വലിയ പരിവർത്തനങ്ങളും പരാജയങ്ങളും ഉണ്ടാകാറുണ്ട്. 32നും 50നും ഇടയിൽ സ്വതന്ത്രമായ ജീവിത പശ്ചാത്തലം പടുത്തുയർത്തുന്നവരാണ് പൂരാട നക്ഷത്രക്കാർ. ക്ഷമയോടെയും സമാധാനത്തിലും പരിശ്രമിക്കുന്ന പക്ഷം ഇവർക്ക് ഏതു കാര്യത്തിലും വിജയിക്കാൻ പറ്റും. ദാമ്പത്യ ജീവിതം തൃപ്തികരമായിട്ടുള്ളതായിരിക്കും. ഭാര്യയോടൊപ്പം ഭാര്യ കുടുംബത്തെയും കാര്യമായി നോക്കുന്നവരാണ് പൂരാട നക്ഷത്രക്കാർ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആനന്ദം കാണുന്നത് ഭാര്യ സാഹചര്യത്തിലായിരിക്കും. എങ്കിലും കൂടെയുള്ള കലഹവും സ്വൈരക്കേടുകളും ഇവർ തമ്മിൽ ഉണ്ടാകാറുണ്ട്. ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് നോക്കാം. നല്ല ബുദ്ധിയുള്ളവരാണ് ഈ സ്ത്രീകൾ. പൂരാട നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് ഗ്രഹഭരണത്തിൽ നന്നായി ശോഭിക്കാൻ കഴിയും. നല്ല ആരോഗ്യവതികളായിട്ടാണ് കാണപ്പെടുന്നത്. കുടുംബത്തിൽ ഏതെങ്കിലും വിധത്തിലൊരു ശ്രേഷ്ഠത ഇവരിൽ കാണാൻ പറ്റും. അതുല്യമായ തേജസ്, സൗന്ദര്യം, പ്രകാശമേറിയ കണ്ണുകൾ, ഇതെല്ലാം ഇവരുടെ പ്രത്യേകതയാണ്. ഇവർക്ക് ഗർഭാശയ രോഗം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഗ്രഹത്തിൽ ഇവർ ഐശ്വര്യവതികളായി കാണപ്പെടുന്നു. ഭർത്താക്കന്മാർക്ക് കാര്യദർശിയും സ്വന്തം ജനങ്ങൾക്ക് ഉപദേഷ്ടാവുമായിരിക്കും ഇവർ. സന്താന ഭാഗ്യം കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാം നോക്കാം. തിരുവോണം, ചതയം, ഉത്രട്ടാതി, പുണർദം, പൂരം, ആയില്യ എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഇനി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോക്കാം. പൂരാടം, ഭരണി, പൂരം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം, പൂജാതി കാര്യങ്ങൾ എന്നിവ ശുഭകരമായി കാണുന്നു. ശുക്രപ്രീതി വരുത്തുന്നതും വളരെ ഉചിതമായി കാണപ്പെടുന്നു. മഹാലക്ഷ്മി ഭജനം, അന്നപൂർണേശ്വരി ഭജനം എന്നിവ ഉത്തമമാണ്. പൂരാടവും വെള്ളിയാഴ്ചയും ചേരുന്ന ദിവസം വഴിപാടുകൾ നടത്തുന്നത് വളരെ ശുഭകരമാണ്. രാശ്യാധിപൻ വ്യാഴമാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായി കാണുന്നു. വ്യാഴാഴ്ചയും പൂരാടവും വരുന്ന ദിവസം വിഷ്ണു പൂജ ഫലപ്രദമായി കാണുന്നു. വെള്ള, മഞ്ഞ നിറങ്ങൾ അനുകൂലമായി കാണുന്നു. ജലം അഥവാ അപസ്സാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത. ഈ നക്ഷത്രത്തിൻ്റെ മൃഗം വാനരൻ, വൃക്ഷം വന്നി, മനുഷ്യഗണം, പുരുഷയോനി, പക്ഷി, കോഴി, ഭൂതം, വായുവാണ്. പൂരാട നക്ഷത്രക്കാരുടെ ജനനം ശുക്രദശയിലാണ്. അതുകൊണ്ട് തന്നെ ശുക്രനെ ജപിക്കുന്നത് എപ്പോഴും നല്ലതായി കാണുന്നു. ഇനി നമുക്ക് ശുക്രനാമം ജപിച്ച് നിർത്താവുന്നതാണ്. ഓം ശുക്രായ നമഃ,
ഓം ഭാർഗവായ നമഃ. ഓം ശുഭായ നമഃ. ഓം ശുഭഗണായ നമഃ. അടുത്ത ദിവസം ഉത്രാട നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം. ശുഭം.